നാം ദൈവത്തെ തള്ളിക്കളഞ്ഞവന്റെ മക്കളായിട്ട് ജനിച്ചത് വഴി, നാം ദൈവം നമ്മളോട് കൂടെ ഇല്ലാത്തത് വഴി നമ്മളെല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോവുകയാണ്. ഒരു ഉപമ പറയാം. യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു, ബഹുസമ്പന്നന്മാരായിരുന്നു. എന്നാൽ ഒരു ദിവസം ഈ മകൻ എന്താണ്, അവർ 100 കണക്കിന് വേലക്കാരുടെ ശുശ്രൂഷയായിട്ട് അപ്പന്റെ മടിത്തട്ടിൽ രാജകുമാരനായിട്ട് ജീവിച്ച ഇളയ മകൻ ഒരിക്കൽ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് നേരിടുന്ന സ്വത്ത് ഇങ്ങ് തരണമെന്ന് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? ആ സ്വത്ത് ഭാഗം ചെയ്ത് ഒരു ഭാഗം തന്റെ ഇളയ മകൻ കൊടുത്തു. അവൻ ആ സ്വത്ത് വിറ്റ് അത് പാണ്ഡത്തിലാക്കിക്കൊണ്ട് ദൂര ദേശത്തേക്ക് കടന്നു പോവുകയാണ്. അപ്പനിൽ നിന്ന് അകന്നു പോകാവുന്നതിന് അത്രയും അകന്നു പോയി. എന്നാൽ പ്രിയപ്പെട്ട അവന്റെ സകല സമ്പത്തും അവിടെ എന്താണ്, മദ്യപാനത്തിലും വെറുക്കൂട്ടിലും മറ്റു വിധമായിരിക്കുന്ന ദുർമാർഗങ്ങളിലും ആചരിച്ച് അപ്പൻ കൊടുത്ത ഭാരിച്ച സ്വത്ത് മുഴുവൻ അവൻ എന്താണ് തൂട്ടച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഒരു ചില്ലിക്കാശ് പോലും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവനായിരുന്ന ദേശത്ത് കഠിനമായിരിക്കുന്ന ക്ഷാമമുണ്ടായി. എന്താണ്, ആ കായികനികൾ പറിച്ച് തിന്നുവാൻ പോലും എന്താണ് ആ ദേശത്തില്ലാതെ തീർത്തക്കവണ്ണം ക്ഷാമം കൊണ്ട് മൂടി. അപ്പോൾ അവനൊരു ജോലി അന്വേഷിച്ച് പ്രിയപ്പെട്ടത്. രാജകുമാരനായിട്ട് അപ്പന്റെ മടിത്തട്ടിൽ 100 കണക്കിന് വേലക്കാരുടെ ശുശ്രൂഷയേറ്റ ഈ ചെറുപ്പക്കാരന് അവസാനം ജോലി അന്വേഷിച്ച് കിട്ടിയത് ഒരു പന്നി ഫാമിലെ ജോലിയാണ്. പന്നിയെ തീറ്റുന്ന, പന്നിയുടെ വയലിൽ പന്നിയോട് കൂടെ ജീവിക്കുന്ന ജോലി. പ്രിയപ്പെട്ട, ഇത്രയും ദുർഗന്ധവും ഇത്രയും നികൃഷ്ടമായിരിക്കുന്ന ഒരു ജീവി വേറെ ഇതുണ്ട്. ആ പന്നികളുടെ നടുവിൽ അവൻ ജീവിച്ചിട്ട് വിശന്നിട്ട് ആ പന്നി തിന്നുന്ന നികൃഷ്ടമായിരിക്കുന്ന ഭക്ഷണം തിന്നാൻ അവൻ കൊതിച്ചു. എന്നാൽ ആ പന്നിയുടെ ഉടമസ്ഥൻ ആ ഭക്ഷണം പോലും അവന് നിഷേധിച്ചു. എന്തുകൊണ്ട് പ്രിയപ്പെട്ടത്? യഥാർത്ഥത്തിൽ അവന്റെ അപ്പനാണ് അവന്റെ ഉത്തരവാദി അല്ല. അവൻ അപ്പനെ വിട്ടുപോയത് കൊണ്ടാണ് അവൻ ഈ പന്നിക്കൂട്ടിൽ അകപ്പെട്ടതെങ്കിൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ച്, ആ പിതാവായിരിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ ഏകനായിട്ട് പാപം ചെയ്ത് അവൻ സാത്താന് കീഴടങ്ങിയത് വഴി നാം എല്ലാവരും അവന്റെ മക്കളായിട്ട് അവന്റെ രക്തത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരും ഈ പിതാവിന്റെ, ഈ ആദമിന്റെ, ഈ പാപിയുടെ, ഈ സാത്താന്റെ സന്തതിയായിട്ട് ജനിച്ചതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരായിട്ട് തീർന്നു. ദൈവമില്ലാതെ നമ്മൾ പാപികളായിട്ട് ജാതികളായിട്ട് ദൈവത്തിന് മുമ്പിൽ എന്താണ്, ദൈവത്തിന് മുമ്പിലല്ല, ആ സാത്താന്റെ ഇഷ്ടം ചെയ്ത് പാപം ചെയ്ത് നമ്മൾ നശിച്ചു പോവുകയാണ്. അതേ മോഷ്ടിപ്പാനും മുടിപ്പാനും അടപ്പാനും അല്ലാതെ പിശാച് വരുന്നില്ല. ഓരോ കുടുംബവും നശിക്കുകയാണ്, പാപം ചെയ്ത് നശിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും പാപം ചെയ്തും ചെയ്യിപ്പിച്ചു അവസാനം അവനും മുടിഞ്ഞു പോവുകയാണ്. ഒരുത്തനും സ്വസ്ഥത അനുഭവിക്കുന്നില്ല, ആരും ഒന്നും നേടുന്നതുമില്ല. എല്ലാത്തിന്റെ കാരണം എന്താ പറയുമോ? ദൈവം നമ്മളോട് കൂടെയില്ല. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ഏക സത്യ ദൈവം നമ്മളോട് കൂടെയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളെല്ലാം അവരും നശിച്ചു പോകുന്നു.